ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു. പ്രധാന വാർത്തകൾ. ലോകം മുഴുവൻ ഇന്ത്യയുടെ വികസനം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭോപ്പാലിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചിട്ട് ഇന്ന് 6 വർഷം. പദ്ധതിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലെ ഭാഗൽപൂരിൽ വിതരണം ചെയ്യും. കണ്ണൂർ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വനമന്ത്രി എ.കെ. ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് ആറളത്ത് സർവകക്ഷി യോഗം ചേരും. ഡൽഹിയിൽ 8ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കറായി അരവിന്ദർ സിംഗ് ലവ്ലി സത്യപ്രതിജ്ഞ ചെയ്തു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു UP വാരിയേഴ്സ് പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ യോജന ആരംഭിച്ചിട്ട് ഇന്ന് 6 വർഷം. അന്നദാതാക്കളായ കർഷകർ രാജ്യത്തിന്റെ അഭിമാനമാണെന്നും അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലെ ഭാഗൽപൂരിൽ വിതരണം ചെയ്യും. രാജ്യത്തുടനീളമുള്ള 731 കൃഷി വിജ്ഞാന കേന്ദ്രങ്ങളിലും പരിപാടികൾ സംഘടിപ്പിക്കും. 9.8 കോടിയിലധികം കർഷകർക്ക് നേരിട്ടുള്ള ആനുകൂല്യ കൈമാറ്റത്തിലൂടെ 22,000 കോടിയിലധികം രൂപയുടെ സാമ്പത്തിക സഹായം ലഭിക്കും. പ്രതിവർഷം 6,000 രൂപയാണ് 3 തുല്യ ഗഡുക്കളായി കർഷകർക്ക് ലഭിക്കുന്നത്. ലോകം മുഴുവൻ ഇന്ത്യയിലേക്ക് പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മധ്യപ്രദേശിലെ ഭോപ്പാലിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ വളർച്ചയിൽ ലോകം വലിയ വിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി ഇന്ത്യ തുടരുമെന്ന് ലോകബാങ്ക് പറഞ്ഞതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. वर्ल्ड बैंक ने कहा है, भारत आने वाले सालों में ऐसे ही दुनिया की फास्टेस्ट ग्रोइंग इकोनॉमी बना रहेगा. कुछ दिन पहले ही ग्लोबल सप्लाई चेन चैलेंजेस का जवाब वो भारत में देख रहे हैं. OECD के एक अहम रिप्रेजेंटेटिव का कहना है, फ्यूचर ऑफ द वर्ल्ड इज इन इंडिया. मैं ऐसे कई एग्जाम्पल यहां कोट कर सकता हूं जो भारत पर दुनिया के कॉन्फिडेंस को दर्शाते हैं. ഊർജ്ജം, അടിസ്ഥാന സൌകര്യം, വ്യവസായം തുടങ്ങിയ മേഖലകളിൽ രാജ്യം മികച്ച വികസനം കാഴ്ചവച്ചതായും പ്രധാനമന്ത്രി പറഞ്ഞു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്ന് അസമിലെത്തും. അഡ്വാന്റേജ് അസം 2.0 നിക്ഷേപ അടിസ്ഥാന സൌകര്യ ഉച്ചകോടി അദ്ദേഹം നാളെ ഉദ്ഘാടനം ചെയ്യും. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഗുവാഹത്തിയിൽ നടക്കുന്ന ഝുമോയിൽ ബിനന്ദിനി മെഗാ നൃത്ത പരിപാടിയിൽ പ്രധാനമന്ത്രി പങ്കെടുക്കും. തേയില തൊഴിലാളികളായ 8,500-ലധികം ഗോത്ര സമൂഹ കലാകാരന്മാർ ഝൂമർ നൃത്തം അവതരിപ്പിക്കും. ഉച്ചകോടിയോടനുബന്ധിച്ച് സംഘടിപ്പിച്ചിരിക്കുന്ന പ്രദർശനവും അദ്ദേഹം ഇന്ന് ഉദ്ഘാടനം ചെയ്യും. അന്താരാഷ്ട്ര സംഘടനകൾ, വ്യവസായ പ്രമുഖർ തുടങ്ങി നാനാ മേഖലകളിലുള്ളവർ ഉച്ചകോടിയിൽ പങ്കെടുക്കും. സമാധാന പാലനത്തിൽ വനിതകളുടെ പങ്ക് ഗ്ലോബൽ സൌത്ത് വീക്ഷണത്തിൽ എന്ന പ്രമേയത്തിലൂന്നി വനിതാ സമാധാന സേനാ അംഗങ്ങൾക്കായുള്ള ആദ്യ സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ ആരംഭിക്കും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ മുഖ്യപ്രഭാഷണം നടത്തും. പ്രതിരോധ മന്ത്രാലയത്തിന്റെയും ഐക്യരാഷ്ട്രസഭയുടെയും സഹകരണത്തോടെ വിദേശകാര്യ മന്ത്രാലയമാണ് ദ്വിദിന സമ്മേളനം സംഘടിപ്പിക്കുന്നത്. അമിത വണ്ണത്തിനെതിരായ പോരാട്ടം ശക്തിപ്പെടുത്തുന്നതിനും ഭക്ഷ്യ എണ്ണയുടെ ഉപഭോഗം കുറയ്ക്കുന്നതിനും കുറിച്ചുള്ള അവബോധം പ്രചരിപ്പിക്കുന്നതിനുമായി സിനിമാ താരം മോഹൻലാൽ ഉൾപ്പെടെ 10 പേരെ നാമനിർദ്ദേശം ചെയ്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്നലെ ജനങ്ങളുമായി മൻ കി ബാത്തിലൂടെ സംവദിച്ച പ്രധാനമന്ത്രി ഭക്ഷണശീലങ്ങളിലെ ചെറിയ മാറ്റങ്ങൾ ജീവിതം രോഗരഹിതമാക്കാൻ സഹായിക്കുമെന്ന് പറഞ്ഞു. ഡൽഹിയിൽ 8ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടേം സ്പീക്കറായി അരവിന്ദർ സിംഗ് ലവ്ലി സത്യപ്രതിജ്ഞ ചെയ്തു. മുഖ്യമന്ത്രി രേഖ ഗുപ്തയും പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട മറ്റ് അംഗങ്ങൾക്കും ഇന്ന് MLAമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. ഇന്ന് ഉച്ചയോടെ സ്പീക്കറെ തെരഞ്ഞെടുക്കും. നാളെ ഡൽഹി ലഫ്റ്റനന്റ് ഗവർണർ വിനയ് കുമാർ സക്സേന സഭയെ അഭിസംബോധന ചെയ്യും. മുൻ സർക്കാരിന്റെ പ്രവർത്തനത്തെക്കുറിച്ചുള്ള CAG റിപ്പോർട്ടും നാളെ സഭയിൽ അവതരിപ്പിക്കും. ഈ മാസം 27 വരെയാണ് സഭ. ഇന്ത്യ ഫ്രാൻസ് പ്രതിരോധ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി കരസേനാ മേധാവി ജനറൽ ഉപേന്ദ്ര ദ്വിവേദിയുടെ 4 ദിവസത്തെ ഫ്രാൻസ് സന്ദർശനത്തിന് ഇന്ന് തുടക്കം. പാരീസിലെ ലെസ്
ഇൻവാലിഡിൽ ഗാർഡ് ഓഫ് ഓണർ സ്വീകരിച്ച ശേഷം ഫ്രഞ്ച് ആർമി ചീഫ് ജനറൽ പിയറി ഷില്ലുമായി കരസേനാ മേധാവി ചർച്ച നടത്തും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ശക്തമായ സൈനിക ബന്ധം ഊട്ടി ഉറപ്പിക്കുകയാണ് കൂടിക്കാഴ്ചയുടെ ലക്ഷ്യം. നാളെ മാർസേയിലേക്ക് പോകുന്ന ജനറൽ ദ്വിവേദി അവിടെ ഫ്രഞ്ച് സൈന്യത്തിന്റെ 3ാം ഡിവിഷൻ സന്ദർശിക്കും. തുടർന്ന് 1ാം ലോകമഹായുദ്ധത്തിൽ പങ്കെടുത്ത് വീരമൃത്യു വരിച്ച ഇന്ത്യൻ സൈനികർക്ക് ആദരാഞ്ജലി അർപ്പിക്കാനായി ന്യൂ വേവ് ചാപ്പൽ ഇന്ത്യൻ വാർ മെമ്മോറിയലും അദ്ദേഹം സന്ദർശിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. ഡിജിറ്റൽ ഓൺലൈൻ ഗെയിമിംഗ് മേഖലയിൽ ഇന്ത്യ ശ്രദ്ധേയമായ വളർച്ച കൈവരിക്കുന്ന പശ്ചാത്തലത്തിൽ വാർത്താവിനിമയ പ്രക്ഷേപണ മന്ത്രാലയവുമായി സഹകരിച്ച് ഇന്ററാക്ടീവ് എന്റർടൈൻമെന്റ് ആന്റ് ഇന്നൊവേഷൻ കൌൺസിൽ ഭാരത് ടെക് ടൈം പ്രോഗ്രാം ആരംഭിച്ചു. ക്രിയേറ്റ് ഇൻ ഇന്ത്യ ചാലഞ്ച് സീസൺ 1ാം പതിപ്പിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടി അന്താരാഷ്ട്ര മേഖലയിൽ ഇന്ത്യയുടെ ഗെയിമിംഗ് കഴിവുകളെ തിരിച്ചറിയാനും പ്രദർശിപ്പിക്കാനും ലക്ഷ്യമിടുന്നു. ഇന്ത്യൻ ഇന്നൊവേറ്റർമാർക്ക് ആഗോളതലത്തിൽ അവസരം ഒരുക്കുന്ന ലോക ദൃശ്യ ശ്രവ്യ വിനോദ ഉച്ചകോടിയായ വേവ്സ് 2025 വരെ പരിപാടി തുടരും. കണ്ണൂർ ആറളത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ദമ്പതികളുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ഇന്ന് വൈകുന്നേരം സംസ്കരിക്കും. അതിനിടെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ കണ്ണൂർ കളക്ടറേറ്റിൽ വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള യോഗം പുരോഗമിക്കുന്നു. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലാണ് മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത്. ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിനിടെ ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ദുരന്ത നിവാരണ അതോറിറ്റി അംഗങ്ങളുടെ യോഗം കണ്ണൂർ കളക്ടറേറ്റിൽ ആരംഭിച്ചു. ആറളത്ത് അടിയന്തരമായി ആരംഭിക്കേണ്ടുന്ന നടപടികളെക്കുറിച്ച് യോഗം ചർച്ച ചെയ്യുമെന്നാണ് സൂചന. വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ആറളം പഞ്ചായത്ത് ഓഫീസിൽ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം സർവകക്ഷി യോഗം ചേരുന്നുണ്ട്. ആനമതിൽ നിർമ്മാണം വേഗത്തിലാക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ യോഗത്തിൽ കൈക്കൊള്ളുമെന്നാണ് വിവരം. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസും BJPയും ആറളം പഞ്ചായത്തിൽ ഇന്ന് ഹർത്താൽ ആചരിക്കുകയാണ്. കടകമ്പോളങ്ങൾ പൂർണ്ണമായും അടഞ്ഞുകിടക്കുന്നു. വാഹനങ്ങൾ അങ്ങിങ്ങ് ഓടുന്നുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ഒരു വാർഡ് ഉൾപ്പെടെ കേരളത്തിലെ 28 തദ്ദേശ വാർഡുകളിൽ ഉപതെരഞ്ഞെടുപ്പ് പുരോഗമിക്കുന്നു. രാവിലെ 7 മണിക്ക് ആരംഭിച്ച വോട്ടെടുപ്പ് വൈകിട്ട് 6 മണിക്ക് സമാപിക്കും. വോട്ടെണ്ണൽ നാളെ നടക്കും. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരും UP വാരിയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ബംഗളൂർ ചിന്നസ്വാമി സ്റ്റേഡിയത്തിലാണ് മത്സരം. നാഗ്പൂരിൽ മറ്റന്നാൾ ആരംഭിക്കുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റിന്റെ ഫൈനലിൽ കേരളം വിദർഭയുമായി ഏറ്റുമുട്ടും. ഇന്നലെ നാഗ്പൂരിൽ എത്തിയ കേരള ടീം ഇന്നും നാളെയും പരിശീലനത്തിനിറങ്ങും. ചരിത്രത്തിലാദ്യമായാണ് കേരളം രഞ്ജി ട്രോഫി ഫൈനൽ കളിക്കുന്നത്. തുടർച്ചയായി 2ാം വട്ടമാണ് രഞ്ജി ട്രോഫിയുടെ കലാശപ്പോരിന് വിദർഭ യോഗ്യത നേടിയത്. അടുത്ത മാസം 2 വരെയാണ് മത്സരം. ISL ഫുട്ബോളിൽ നാളെ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു FC ചെന്നൈയിൻ FCയുമായി ഏറ്റുമുട്ടും. ബംഗളൂരു ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. തെലങ്കാനയിലെ ശ്രീശൈലം ലെഫ്റ്റ് ബാങ്ക് കനാൽ തുരങ്കത്തിൽ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കാനുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ഊർജിതമായി തുടരുകയാണെന്ന് മന്ത്രി ഉത്തം കുമാർ റെഡ്ഡി പറഞ്ഞു. തുടർച്ചയായി വെള്ളം കയറുന്നതും ചെളി അടിഞ്ഞുകൂടിയതും രക്ഷാപ്രവർത്തനം ദുസ്സഹമാക്കുന്നുണ്ട്. ശനിയാഴ്ച രാവിലെയാണ് മേൽക്കൂരയുടെ ഒരു ഭാഗം തകർന്ന് 2 എഞ്ചിനീയർമാരും 6 തൊഴിലാളികളും ഉൾപ്പെടെ 8 പേർ തുരങ്കത്തിനുള്ളിൽ കുടുങ്ങിയത്. ജർമ്മനിയിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പിൽ നിലവിലെ പ്രതിപക്ഷമായ ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് യൂണിയനും ക്രിസ്ത്യൻ സോഷ്യൽ യൂണിയനും നയിക്കുന്ന സഖ്യം വിജയിച്ചു. ഇതോടെ ഫ്രെഡ്രിഷ് മെർട്സ് അടുത്ത ചാൻസലറാകും. അതേസമയം ഓൾട്ടർനേറ്റീവ് ഫോർ ജർമ്മനി 2ാം സ്ഥാനത്തെത്തി. ജർമ്മൻ സമ്പദ്വ്യവസ്ഥയുടെ സ്തംഭനാവസ്ഥയും കുടിയേറ്റ പ്രശ്നങ്ങളും ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന വിഷയമായി ഉയർന്നുവന്നിരുന്നു. കേരളത്തിലെ ഈ വർഷത്തെ റവന്യൂ ദിനാഘോഷവും റവന്യൂ സർവേ വകുപ്പ് ജീവനക്കാർക്കുള്ള പുരസ്കാര വിതരണവും ഇന്ന് വൈകുന്നേരം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. മന്ത്രി K രാജൻ അധ്യക്ഷത വഹിക്കും. കേരളത്തിലെ റവന്യൂ ഭരണത്തിന്റെ അടിസ്ഥാന രേഖയായി കരുതുന്ന 1886 ഫെബ്രുവരി 24 തിരുവിതാംകൂർ സെറ്റിൽമെന്റ് വിളംബരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഫെബ്രുവരി 24 റവന്യൂ ദിനമായി ആചരിക്കുന്നത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 802 പോയിന്റ് ഇടിഞ്ഞ് 74,508 ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 234 താഴ്ന്ന് 22,560 വ്യാപാരം തുടരുന്നു. പ്രധാന വാർത്തകൾ വീണ്ടും. ലോകം മുഴുവൻ ഇന്ത്യയുടെ വികസനം പ്രതീക്ഷയോടെയാണ് ഉറ്റുനോക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭോപ്പാലിൽ ആഗോള നിക്ഷേപക ഉച്ചകോടി പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു. പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി യോജന ആരംഭിച്ചിട്ട് ഇന്ന് 6 വർഷം. പദ്ധതിയുടെ 19ാം ഗഡു പ്രധാനമന്ത്രി ഇന്ന് ബീഹാറിലെ ഭാഗൽപൂരിൽ വിതരണം ചെയ്യും.
കണ്ണൂർ കാട്ടാന ആക്രമണത്തിൽ 2 പേർ കൊല്ലപ്പെട്ട പശ്ചാത്തലത്തിൽ വനമന്ത്രി എ കെ ശശീന്ദ്രന്റെ അധ്യക്ഷതയിൽ ഇന്ന് ആറളത്ത് സർവകക്ഷി യോഗം ചേരും. ഡൽഹിയിൽ 8ാം നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് തുടക്കമായി. പ്രോടൈം സ്പീക്കറായി അരവിന്ദർ സിംഗ് ലവ്ലി സത്യപ്രതിജ്ഞ ചെയ്തു. വനിതാ പ്രീമിയർ ലീഗ് ക്രിക്കറ്റിൽ ഇന്ന് റോയൽ ചാലഞ്ചേഴ്സ് ബംഗളൂരു UP വാരിയേഴ്സ് പോരാട്ടം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.